സുരേഷ് ഗോപി ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ റിലീസാണ് അനിശ്ചിതത്വത്തിലായത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം JFK ഒരു സിനിമയുടെ പേരാണ്. നമ്മുടെ സുരേഷ് ഗോപി, അനുപമ പരമേശ്വർ എന്നിവർ മുഖ്യ കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ചിത്രമാണ് JFK എന്ന ചിത്രത്തിൻ്റെ ഫെൻസർ തടഞ്ഞു വെച്ചു എന്നുള്ള വാർത്തയായിരുന്നു ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ജാനകി എന്ന പേരാണ് JFK എന്ന ചിത്രത്തിൽ. പ്രവീൺ നാരായണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രമാണ് തടഞ്ഞിരിക്കുന്നത്, സെൻസർ ബോർഡ് തടഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പല ചോദ്യങ്ങളുണ്ട്. അപ്പം അദ്ദേഹം തന്നെ പറയുന്നു ജാനകി എന്ന പേരാണ് ഇതിന് പ്രശ്നമായിട്ട് നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പം ജാനകി എന്ന പേരിന് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഉണ്ടൊരു പ്രശ്നമുണ്ട്. ജാനകി സീതാദേവിയുടെ പേരിൻ്റെ പര്യായമാണ് ജാനകി. ജാനകി എന്ന പേരിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് മനുഷ്യനിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാനകിയുടെ പേരിന് എന്താണ് പ്രശ്നം? അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ കണ്ടെത്തിയതാണ് ജാനകി എന്ന് പറയുന്ന സീതാദേവിയുടെ പേരാണ്. ആ പേരാണ് പ്രശ്നം. സെൻസർ ബോർഡ് അതുകൊണ്ടാണ്. അപ്പം ഞാൻ അന്നേരം ആലോചിച്ചു, ഈ ജാനകി എന്ന പേര് സീതാദേവിയുടെ പേരാണെങ്കിൽ രാമൻ ശ്രീരാമൻ്റെ പേരല്ലേ, കൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ പേരല്ലേ, ശിവൻ പരമശിവൻ്റെ പേരല്ലേ, വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ പേരല്ലേ. അങ്ങനെ എല്ലാ പേരിനും സെൻസർ റിലീഫിങ് നിശ്ചയിക്കുക, അതൊന്നും ആയിരിക്കത്തില്ല കാരണം എന്നെനിക്ക് അന്നേരം തോന്നി. അത്ര മണ്ടന്മാരാണോ സെൻസർ ബോർഡ് ഇരിക്കുന്നത്? ഒരു കാരണവശാലും ആയിരിക്കത്തില്ല. അതും BJP ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഗവൺമെൻറ്റിലെ കേന്ദ്രമന്ത്രിസഭയിലെ ഒരു അംഗമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ. സുരേഷ് ഗോപി അഭിനയിക്കുന്ന ചിത്രത്തിൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ലെങ്കിൽ, സെൻസർ ബോർഡ് റിലീഫ് തടഞ്ഞെങ്കിൽ അതെന്തെങ്കിലും പ്രശ്നം കാണും അല്ലേ? സുരേഷ് ഗോപി ഇതിനകത്ത് ഇടപെട്ടില്ലേ? ജാനകി എന്ന പേര് മാത്രമേ ഉള്ളൂ ചിത്രത്തിന് പ്രശ്നം. അപ്പോൾ സംവിധായകൻ തന്നെ പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഈ പേര് മാറ്റത്തില്ല, ആ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇതിന് സെൻസർ ബോർഡ് റിലീഫും തടഞ്ഞു എന്നുള്ള വാർത്താമാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോട് കൊടുക്കുന്നതും കണ്ടു. നമുക്കതൊന്ന് നോക്കാം. സുരേഷ് ഗോപി ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ റിലീസാണ് അനിശ്ചിതത്വത്തിലായത്. സിനിമയുടെ പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു. പേര് മാറ്റാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നിർമ്മാതാക്കൾ. അശ്വിൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ ഡിയാഗോ, സാധാരണ സിനിമയുടെയൊക്കെ ടൈറ്റിൽ മാറ്റുന്നതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. ഇവിടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ഏത് ടൈറ്റിലാണ് മാറ്റേണ്ടത്? ജാനകി എന്നതോ സ്റ്റേറ്റ് ഓഫ് കേരള എന്നതോ? ഡോക്ടർ അരുൺ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ളതാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അനുപമ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രമാണ് JSK അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളത്. 2006 പുറത്തിറങ്ങിയ ചിന്താമണി കൊലക്കേസിന് ശേഷം സുരേഷ് ഗോപി ഒരു അഭിഭാഷകന്റെ വേഷത്തിലെത്തുന്ന ചിത്രം എന്ന രീതിയിൽ വലിയ ശ്രദ്ധ ഈ ചിത്രം പിടിച്ചുപറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ മോഷൻ പിക്ചറിനും അതുപോലെ ടീസറിനും അടക്കം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച 27-ാം തീയതിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസും പ്രഖ്യാപനവും നടത്തിയിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഒരു കട്ട് വരുന്നത്. ചിത്രത്തിൽ ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ളതാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് പേര് മാറ്റേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പേര് മാറ്റാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രവീൺ നാരായണൻ സെൻസർ ബോർഡിനെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ 27-ന് റിലീസ് ചെയ്യേണ്ട ചിത്രം അതിൻ്റെ പ്രദർശനം നടക്കില്ല എന്നൊരു കാര്യം വന്നിട്ടുള്ളത്. ഈ സംവിധായകൻ തന്നെ തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ പേര് മാറ്റണം എന്നുള്ളത് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തങ്ങൾ തന്നെ തയ്യാറല്ല. അതുകൊണ്ട് 27-ന് നിശ്ചയിച്ചിരുന്ന സിനിമയുടെ പ്രദർശനം ഉണ്ടാകില്ല. അപ്പോൾ ഇത് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായത് ഒരു കാരണവശാലും ജാനകി എന്നുള്ള പേരായിരിക്കില്ല പ്രശ്നം, പിന്നെന്തായിരിക്കും പ്രശ്നം? ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് ഒരു ചെറിയൊരു സാധനം നമുക്ക് കത്താൻ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, സാധാരണ ഇപ്പോൾ എല്ലാ ചിത്രങ്ങളും ഒരു വിവാദത്തിലൂടെയാണ് തുടങ്ങുന്നത്. നമ്മൾ പല ചിത്രങ്ങളെപ്പറ്റി കണ്ടു. നമ്മൾ കേൾവി പോലും ഇല്ലാത്ത പല ചിത്രങ്ങളും പല വിവാദങ്ങളിലൂടെയും വിജയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയതാണോ ഈ ചിത്രത്തിൻ്റെ പേരിലെന്ന് സംശയമുണ്ട്. കാരണം ഈ 27-നായിരുന്നു ഒരു ചിത്രം റിലീസ് ചെയ്യാനിരുന്നത്.
വലിയ പരസ്യമൊന്നും കണ്ടില്ല. സുരേഷ് ഗോപി 1.5 കൊല്ലത്തിന് ശേഷം അഭിനയിക്കുന്ന ഒരു ചിത്രമാണ്. അനുപമ പരമേശ്വരൻ അഭിനയിക്കുന്നു. പക്ഷേ സുരേഷ് ഗോപി ചിന്താമണി കൊലക്കേസ് കഴിഞ്ഞ് വക്കീലിൻ്റെ വേഷം കെട്ടുന്ന ഒരു ചിത്രമാണിത്. ചിന്താമണി കൊലക്കേസൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാലും ഈ ചിത്രത്തിന് വേണ്ടത് പബ്ലിസിറ്റി കൊടുത്തില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ദൃശ്യമാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഞാനുൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെ ഇത് ചർച്ച ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഹൈപ്പങ്ങ് മുകളിലേക്ക് പോയി. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇത് വിവാദമായി എന്നുള്ള. ഒരു കാരണവശാലും ഈ ജാനകി എന്ന പേര് മാറ്റിക്കൊണ്ട് ഇത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. കാരണം അതിന് അങ്ങനൊരു സംഭവം എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ്. ജാനകി എന്നുള്ള പേരൊന്നും ഇതിൻ്റെ ചിത്രത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടില്ല. പക്ഷേ ആരോ മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കി ഇതിന് പബ്ലിസിറ്റി അങ്ങ് കൂട്ടുക എന്നുള്ള തന്ത്രം ഇതിനിടയിൽ പ്രയോഗിക്കാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ അവർ വിചാരിച്ച പോലെ തന്നെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളെല്ലാം ഏറ്റെടുത്തു. പ്രത്യേകിച്ച് ഇതിന് വലിയ കാരണമാണ് BJP സർക്കാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നോമിനികൾ തന്നെയായിരിക്കാം ഈ സെൻസർ ബോർഡിലുള്ളത്. ഈ BJP ഗവൺമെൻറ്റിലെ ഒരംഗമായ സുരേഷ് ഗോപിയുടെ പടം BJP നോമിനിയായ അംഗങ്ങൾ ഒരു കാരണവശാലും ഈ പേരിൻ്റെ കാര്യത്തിൽ തടസ്സപ്പെടുത്തുമെന്ന് ഒരു കാരണവശാലും എനിക്ക് കരുതുക വയ്യ. അത്രയ്ക്ക് മണ്ടന്മാരല്ലല്ലോ നമ്മൾ. പിന്നെ ഒരു കാരണം ഇത് തന്നെയാണ്, വിവാദമുണ്ടാക്കി വിവാദത്തിലൂടെ ചിത്രത്തിൻ്റെ പബ്ലിസിറ്റി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരുക്കിയൊരു തന്ത്രമാകാനും വഴിയുണ്ട്. അപ്പോൾ ഈ JFK എന്ന ചിത്രം ഒറ്റ ദിവസം കൊണ്ടല്ലേ എല്ലാവരുടെയും മനസ്സിൽ കയറിയത്. ഒരുപക്ഷെ സിനിമ കണ്ടവരും കാണാത്തവരും സിനിമ ഇഷ്ടപ്പെടുന്നവരും സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവരും എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഇത് കയറിയെത്തി. എത്ര കോടി രൂപ വേണം ഈ JFK എന്ന ചിത്രത്തിന് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പബ്ലിസിറ്റി കൊടുക്കാൻ? അതൊന്നും ആവശ്യമായി വന്നതേയില്ല. ആ തന്ത്രമായിരിക്കാം ഒരുപക്ഷെ പ്രയോഗിച്ചത്. പലപ്പോഴും നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അത് തന്നെയായിരിക്കാം ലൈൻ. പല ചിത്രങ്ങളും ആരും അറിയാത്ത പല ചിത്രങ്ങളും വിവാദം ഉണ്ടാക്കി അതിലൂടെ പണം കൊയ്യാം എന്നുള്ള ചരിത്രമാണ് ഇവിടെ ആവർത്തിക്കുന്നത് എന്ന് സംശയമുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കാരണം അറിയിക്കുക. നാളെ തിങ്കളാഴ്ച, നാളെ ഒരുപക്ഷെ സെൻസർ ബോർഡ് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. സെൻസർ ബോർഡ് റിലീസിങ് അത് നാളെ കൊടുക്കാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ വലിയ ഹൈപ്പോടെ ഒരു വിവാദത്തിൻ്റെ അകമ്പടിയോടെ ജൂൺ 27 തന്നെ നമ്മുടെ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം, സുരേഷ് ഗോപിയുടെ 1.5 കൊല്ലത്തിന് ശേഷമുള്ള ചിത്രം റിലീസാകാനും സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പം അത് കാണാൻ വേണ്ടി നമ്മളൊന്ന് കൊതിക്കും. വിവാദങ്ങളെല്ലാം കയറി കാണണമെന്ന് നമുക്കൊരാഗ്രഹമില്ല. ആദ്യ ഷോയ്ക്കുമൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതുതന്നെയായിരിക്കാം അവരുദ്ദേശിച്ചത്. ആ ശ്രമം ഒരു പരിധിവരെ അവർ വിജയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ചിത്രം തിയേറ്ററിൽ എത്തട്ടെ. കണ്ടതിന് ശേഷം നമുക്ക് അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.